ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കിച്ചണിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ്. ഇതിൽ പലതും നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കാം, എന്നാലും ഒരാൾക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ലീവ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ പുതിനയിലയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വാടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രഷ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് ഇത് ലീഫ് ഒന്ന് മുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 15 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ വെച്ചാൽ മാത്രമേ നമുക്ക് ഫ്രഷായി കിട്ടുള്ളൂ. നമുക്ക് ഏത് ലീഫും ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇപ്പം 15 മിനിറ്റിന് ശേഷം എടുത്തിട്ടുള്ള ലീഫാണ്. ഇത് നല്ല ഫ്രഷായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് കേടായിട്ടുള്ള ലീഫാണ് ഇത് കാണിച്ചു തരാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ജ്യൂസിൻ്റെ അല്ലെങ്കിൽ സ്നാക്സിൻ്റെ ഒക്കെ മേലിൽ വെക്കാൻ ഫ്രഷായിട്ട് യൂസ് ചെയ്യാൻ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ മല്ലിയിലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലിങ് ഫിലിമിലേക്ക് ഈ ഇല വെച്ച് കൊടുക്കുക. ഇതിൻ്റെ കേടായിട്ടുള്ള ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഏത് ലീഫും ഇതുപോലെ ചെയ്യാം. ചീര ആയാലും അതുപോലെ കുറച്ച് കൂടുതൽ എമൗണ്ടിലുള്ള ലീഫൊക്കെ ഇതുപോലെ ചെയ്താൽ കുറച്ച് കാലം കേടാവാണ്ടിരിക്കും. ഇത് ഈ ക്ലിങ് ഫിലിമിൽ നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കണം. നമുക്ക് വേരടക്കം തന്നെ വെക്കാം. നല്ല ടൈറ്റായിട്ട് റാപ്പ് ചെയ്തെടുക്കുക. ഇതിൻ്റെ വേരിൻ്റെ ഭാഗവും അതുപോലെ തന്നെ മേലിലുള്ള ലീഫ് ഒക്കെ നന്നായിട്ട് കവറാക്കണം. ഇതുപോലെ ടൈറ്റായിട്ട് റാപ്പ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് കുറേ ദിവസം ഈ ലീഫ് കേടാവാണ്ട് നിൽക്കും. അതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ സ്പേസ് സേവ് ചെയ്യാനും പറ്റും ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന അനാറാണ്. അപ്പോൾ നമുക്ക് അനാറ് കൂടുതലുള്ള ടൈമിൽ ഇതുപോലെ പൊളിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം വരെ ഫ്രീസറിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ച അനാറാണ്. ഇത് നമുക്ക് ജ്യൂസ് അടിക്കാൻ, സലാഡിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജ്യൂസ് പോലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ നോർമലി ഉള്ളതിനേക്കാളും നല്ല കളറും കിട്ടും നമ്മുടെ ജ്യൂസിന്. പിന്നെ ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഉണ്ടാവുകയും ചെയ്യില്ല. പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് അടിക്കാൻ എളുപ്പമായിരിക്കും ഇതുപോലെ ചെയ്തു വെച്ചാൽ. ഇനി നമുക്ക് നാലാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന ടൈമിൽ ചില ടൈമിൽ അതിനകത്ത് അതിൻ്റെ ഷെല്ല് പെടാറുണ്ട്. അപ്പോൾ ഇത് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കൈ ഒന്ന് വെറ്റാക്കിയതിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഷെല്ല് റിമൂവ് ചെയ്യാൻ പറ്റും. അഞ്ചാമത്തെ ടിപ്പ്, നമ്മൾ പഴം വാങ്ങിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ പഴുക്കും. അപ്പോൾ കുറേ പഴമുള്ള ടൈമിലാണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് പഴുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ആവുന്നതിന് വേണ്ടി നമുക്കൊരു ക്ലിങ് ഫിലിം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക പഴത്തിൻ്റെ മോൾ ഭാഗത്ത്. അപ്പോൾ ഒന്ന് ടൈറ്റായിട്ട് റാപ്പ് ചെയ്യുക. ഇത് ഓരോ പഴത്തിന് ചെയ്യണമെന്നില്ല. ഒരു 3-4 പഴം ഒരുമിച്ചിട്ടുള്ളതും ഇതുപോലെ ചെയ്യാം. റാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴം 2-3 ദിവസം ഡിലേ ആയിട്ടേ പഴുക്കുള്ളൂ. അപ്പോൾ ഇത് യൂസ് ചെയ്യാനും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ചില ടൈമിൽ നന്നായിട്ട് പഴുക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആറാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ പച്ചമുളക് കുറച്ചധികം വാങ്ങിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കേടാവും. അപ്പോൾ ഇത് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകിൻ്റെ മൊത്തം ഒന്ന് കളഞ്ഞതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഫ്രിഡ്ജിൽ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേടാവില്ല. ഇതിൽ നിന്ന് കേടായ പച്ചമുളകൊക്കെ മാറ്റി വെക്കും വേണം. കേടായതുണ്ടെങ്കിൽ ഇത് മറ്റുള്ളതും കൂടെ കേടുവരും. ഇത് അഥവാ ഈർപ്പം തട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളക് വെക്കുന്നതിന് മുന്നേ പാത്രത്തിൻ്റെ അടിയിൽ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയോ വെച്ച് കൊടുക്കുക. മേൽഭാഗത്ത് പച്ചമുളക് വെച്ചതിന് ശേഷവും ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് ഒരു പാത്രം അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേടാവില്ല. ഈർപ്പം തട്ടുന്ന പ്രശ്നം ഒഴിവായി കിട്ടും. പക്ഷേ ഇതുപോലെ ടിഷ്യൂ വെക്കേണ്ടി വരാറില്ല. ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. വെക്കാണ്ട് തന്നെ ഇത് കുറേ കാലം നിൽക്കും. ഞാനിപ്പോൾ 1/2 കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കുറച്ചേ ബാക്കിയുള്ളൂ. ഇതുവരെ ഒന്നും കേട് വന്നിട്ടില്ല. ഏഴാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം.
ബദാമിൻ്റെ തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ ബദാം അതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. ഈ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കുറേ ടൈം വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇനി 8ാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. മുട്ടയുടെ തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കാനായിട്ട് ഇത് ബോയിൽ ചെയ്തതിന് ശേഷം ഒന്ന് പച്ചവെള്ളത്തിലിട്ടിട്ട് ഇതിൻ്റെ ചൂട് മാറ്റിയെടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഫ്ലോറിൽ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് റോൾ ചെയ്യുക. അധികം പ്രസ് ചെയ്യാതെ വേണം റോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമുക്ക് ബട്ടർ പുറത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു പീസിൻ്റെ ബട്ടർ ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ഇത് ചെറുത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഒരു കത്തി ഒന്ന് ചൂടാക്കുക. കത്തി നന്നായിട്ട് ചൂടാക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത്രയും പോർഷൻ ഇതിനെ കൊണ്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. തിൻ സ്ലൈസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ തിക്കായിട്ടുള്ള പീസാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കത്തീൻ്റെ മൂർച്ച കൂട്ടാനായിട്ട് ഇതുപോലെ ഒരു കല്ലോ അല്ലെങ്കിൽ അമ്മിക്കല്ലോ ഏത് കല്ലാണെങ്കിലും അതിൽ ഒന്ന് ഇതുപോലെ ഉരച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഷാർപ്പായി കിട്ടും. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഷാർപ്പാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ഇനി ലാസ്റ്റത്തെ ടിപ്പ്, നമ്മൾ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുമ്പം ഇതൊന്ന് സ്ലിപ്പായി പോകും. ചില ടൈമിൽ നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ ഒന്ന് സ്ലിപ്പായി പോകും. അപ്പോൾ ഇതിങ്ങനെ സ്ലിപ്പാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് നനച്ചിട്ട് അത് പിഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്ലിപ്പായി പോവില്ല. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്ന ക്ലോത്തോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് നനച്ചിട്ടൊന്ന് പിഴിയുക. അതിനുശേഷം ഇതിൻ്റെ അടിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്രിപ്പ് കിട്ടും. ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും മാവൊക്കെ കുഴക്കുന്നതാണെങ്കിൽ ആ ബൗളിൻ്റെ അടിയിലും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ടിപ്സൊക്കെ തന്നെയായിരിക്കും. എങ്കിലും ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്